അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടും വിധം 35-ലധികം ആക്രമണങ്ങളാണ് ഹൂതികൾ ഇതുവരെ ചെങ്കടലിൽ നടത്തിയത്. ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വാണിജ്യ രംഗത്ത് വലിയ തിരിച്ചടിയും കൂടി നൽകിയിട്ടുണ്ട്. ഇതിന് പ്രതികാരമായി യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ശക്തമായ ആക്രമണം നടത്തിയിട്ടും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഡ്രോണുകൾ പായിച്ചാണ് ഹൂതികൾ തിരിച്ചടിച്ചത്. യമനിലെ തങ്ങളുടെ മിസൈൽ, ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന US നേതൃത്വത്തിലുള്ള വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകാനുള്ള തങ്ങളുടെ ദൃഢനിശ്ചയം അവർ മറച്ചുവെച്ചിട്ടില്ല. ഇപ്പോൾ ഹൂതികൾ പുതിയൊരു ആക്രമണ പദ്ധതിയെക്കുറിച്ചുള്ള വാർത്തകളാണ് പാശ്ചാത്യ ലോകത്തിന്റെ ഉറക്കം കളയുന്നത്. ചെങ്കടലിനടിയിലൂടെ കടന്നുപോകുന്ന ഏഷ്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് ലൈനുകൾ ഉൾപ്പെടെയുള്ള നിർണായകമായ ആശയവിനിമയ കേബിളുകൾ തകർക്കുമെന്നാണ് ഭീഷണി. ടെലിഗ്രാം ആപ്പിൽ ഹൂതികളുമായി ബന്ധമുള്ള ഒരു ചാനൽ കടലിനടിയിലെ കേബിൾ റൂട്ടുകൾ കാണിക്കുന്ന ഒരു മാപ്പ് പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഹൂതികൾക്ക് ഈ കേബിളുകൾ അട്ടിമറിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും. കടലിനടിയിലൂടെയുള്ള ഇന്റർനെറ്റ് കേബിളുകളുടെ സംഗമസ്ഥാനം കാണിക്കുന്ന ഭൂപടങ്ങൾ തങ്ങളുടെ ആക്സസ് ചെയ്തതായി സംഘം അവകാശപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ 17% വഹിക്കുന്ന ഫൈബർ കേബിളുകൾ ഭൂരിഭാഗവും ഉപരിതലത്തിൽ നിന്ന് നൂറുകണക്കിന് മീറ്ററുകൾക്ക് താഴെയാണ്. ഇത് മുങ്ങൽ വിദഗ്ധർക്ക് അപ്രാപ്യവുമാണ്. US-നും റഷ്യയ്ക്കും അവ വെട്ടിമുറിക്കാനുള്ള നാവിക ശേഷിയുണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട്. ഒരു മദർഷിപ്പിൽ നിന്ന് ആഴക്കടലിൽ മുങ്ങുന്ന ഒരു ഉപകരണം വിന്യസിക്കുകയും സമുദ്രത്തിന്റെ അടിത്തട്ടിലെ കേബിളുകൾ വേർപെടുത്താൻ ഒരു ഭീമാകാരമായ കത്രിക ഉപയോഗിക്കുന്നതുമാണ് US പദ്ധതി. എന്നാൽ ഹൂതികൾക്ക് ഇത് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട്. ഇത് ഒരു മണ്ടത്തരമാണെന്ന് ഞാൻ വിലയിരുത്തുന്നതായി മുൻ റോയൽ നേവി അന്തർവാഹിനി കമാൻഡർ റിയർ അഡ്മിറൽ ജോൺ ഗവർ പറയുന്നുണ്ട്. ഇതിന് കഴിവുള്ള ഒരു സഖ്യകക്ഷി ആവശ്യമാണ്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെയും ലെബനനിലെ ഹിസ്ബുള്ളയുടെയും സഹായത്തോടെയാണ് ഹൂതികൾ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ശക്തമായ ആയുധശേഖരം ഉണ്ടാക്കുന്നത്. എന്നാൽ കേബിളുകൾ മുറിക്കാനുള്ള സാങ്കേതിക സഹായം ലഭ്യമാക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷേ എന്താണ് ഹൂതികളുടെ മനസ്സിലെന്ന് ആർക്കും അറിയില്ല. അതുതന്നെയാണ് പാശ്ചാത്യരെ അങ്കലാപ്പിലാക്കുന്നതും. എന്നാൽ പ്രശ്നങ്ങൾക്ക് ഉടനൊന്നും പരിഹാരം കാണില്ല എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. കാരണം ഗാസ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദിമോചനത്തിനും ഹമാസ് മുന്നോട്ടുവച്ച 3 ഘട്ട പദ്ധതി തള്ളിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. നിർണായക വിജയം മാസങ്ങൾ മാത്രം അകലെയാണെന്നും പൂർണ്ണ വിജയം വരെ യുദ്ധം നിർത്തില്ലെന്നും നെതന്യാഹു ജെറുസലേമിൽ പറയുകയുണ്ടായി. ലക്ഷ്യം ഹമാസിനെതിരായ സമ്പൂർണ്ണ വിജയമാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ 3 ലക്ഷ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഹമാസിനെ തകർക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, ഭാവിയിൽ ഒരിക്കലും ഗാസ ഇസ്രായേലിന് ഭീഷണിയാകാതിരിക്കുക. ഈ 3 ലക്ഷ്യങ്ങളും കൈവരിക്കും. ഹമാസിന് മേലുള്ള സമ്പൂർണ്ണ വിജയം നേടലിന് മേൽ ഒരു ഇളവും ഉണ്ടാകില്ല. ഒക്ടോബർ 7 ആവർത്തിക്കാതിരിക്കാൻ ഹമാസിന്മേൽ സമ്പൂർണ്ണ വിജയം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. UN ഏജൻസികൾ വിതരണം ചെയ്യുന്ന മാനുഷിക സഹായത്തിൽ ഭൂരിഭാഗവും ഹമാസ് കൈക്കലാക്കുകയാണെന്നും അത് തടയണമെന്നും നെതന്യാഹു ആവശ്യപ്പെടുന്നുണ്ട്. മധ്യസ്ഥരായ അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നിവ മുന്നോട്ടുവച്ച വെടിനിർത്തൽ പദ്ധതിക്ക് മറുപടിയായാണ് ഹമാസ് ബദൽ നിർദ്ദേശം വെച്ചത്. US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ എത്തിയിരുന്നു. 4.5 മാസം നീളുന്ന വെടിനിർത്തൽ കാലയളവിനിടെ അവശേഷിക്കുന്ന മുഴുവൻ ബന്ദികളെയും കൈമാറുമെന്നതായിരുന്നു ഹമാസിന്റെ നിർദ്ദേശം. അവസാന ബന്ദിയെയും കൈമാറിയാൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗാസയിൽ നിന്ന് പിന്മാറണം. ഇതിനുശേഷം ആക്രമണം ഉണ്ടാകില്ലെന്ന് മധ്യസ്ഥർക്ക് പുറമെ അമേരിക്ക, തുർക്കി, റഷ്യ എന്നീ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഉറപ്പു നൽകണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട്. 45 ദിവസത്തെ ആദ്യ വെടിനിർത്തൽ ഘട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും വയോധികരും രോഗികളുമായ ബന്ദികളെ ഹമാസ് വിട്ടയക്കും. ഇതിനു പകരമായി 1500 പലസ്തീനി തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കണം. പ്രതിദിനം 500 ട്രക്ക് സഹായ വസ്തുക്കളും ഇന്ധനവും ഗാസയിലുടനീളം എത്തിക്കണം. വീട് വിടേണ്ടി വന്ന പലസ്തീനികളെ തിരികെ എത്തിക്കാൻ അനുവദിക്കുകയും സഞ്ചാര സ്വാതന്ത്ര്യം നൽകുകയും വേണം. 60,000 താൽക്കാലിക വസതികളും 2 ലക്ഷം ടെന്റുകളും നിർമ്മിക്കണം. മസ്ജിദിനുള്ളിൽ അൽ-ഖൈസിൽ ജൂത കുടിയേറ്റക്കാരുടെ അതിക്രമം അവസാനിപ്പിക്കണം. 2ാം ഘട്ടത്തിൽ മുഴുവൻ പുരുഷബന്ദികളെയും വിട്ടയക്കും. 3ാം ഘട്ടത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേലികളുടെ മൃതദേഹം വിട്ടു നൽകണമെന്നും ഹമാസിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങളെല്ലാം ഇസ്രായേൽ തള്ളിയിരിക്കുകയാണ്. അതിനിടയിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട്. ഖാൻ യൂനിസിൽ ബന്ദികളെ പാർപ്പിക്കാൻ ഉപയോഗിച്ച ടണൽ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 123 പേർ കൂടി കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നെതന്യാഹുവിന്റെ ഈ പ്രസ്താവനയും ഹൂതികളെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചെങ്കടൽ വഴിയുള്ള ഇന്റർനെറ്റ് കേബിളുകൾ കട്ട് ചെയ്യുന്നത് അടക്കമുള്ള ഹീനമായ കുറ്റകൃത്യങ്ങളിലേക്ക് ഹൂതികൾ നീങ്ങുന്നത്.
അതിനിടെ ചെങ്കടലിലെ സംഘർഷം രൂക്ഷമാവുകയും കപ്പലുകൾക്ക് റൂട്ട് മാറിപ്പോവുകയും ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെയും ബാധിച്ചിട്ടുണ്ട്. വില കൂടിയതിനാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് വിദേശ രാജ്യങ്ങൾ കുറച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ബസ്മതി അരിയുടെ വില വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ പശ്ചിമേഷ്യയിലും അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം ഇതിന്റെ ആവശ്യക്കാർ കുറഞ്ഞും വരുന്നുണ്ട്. ഹൂതികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാൽ തന്നെ ഭൂരിഭാഗം ഷിപ്പിംഗ് കമ്പനികളും ഈ റൂട്ട് ഉപേക്ഷിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തിട്ടുണ്ട്. ചെങ്കടലിൽ നിന്ന് സൂയസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കി ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി വേണം കപ്പലുകൾക്ക് യൂറോപ്പിലെത്താൻ. ഇതിന് 6500 കിലോമീറ്ററിലധികം കൂടി സഞ്ചരിക്കുക വേണം. ഏകദേശം 15 ദിവസത്തോളം അധികം വരും ഈ യാത്രയ്ക്ക്. ഇതിനാൽ തന്നെ ചെലവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ത്യൻ ബസ്മതി അരിയെയും ബാധിച്ചത്. ഇൻഷുറൻസ് പ്രീമിയം, കപ്പലുകളുടെ കുറവ്, യാത്രയുടെ ദൈർഘ്യം എന്നിവയെല്ലാം കാരണം 5 ഇരട്ടിയായി ചെലവ് ഉയർന്നിട്ടുണ്ടെന്നും ബസ്മതി അരി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് വെല്ലുവിളിയായി മാറിയിട്ടുണ്ടെന്നും ഓൾ ഇന്ത്യൻ റൈസ് എക്സ്പോർട്ടേഴ്സ് ഓഫ് ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് വിജയ് കുമാർ സേതിയ പറയുന്നുണ്ട്. ഉയർന്ന വിലയ്ക്ക് അരി വാങ്ങാൻ വിതരണക്കാർ മടിക്കുകയാണ്. ഏതാനും കയറ്റുമതികൾ മാത്രമാണ് നടക്കുന്നത്. എന്നാൽ വ്യാപാരം അത്ര സുഖകരമല്ല. ചരക്ക് ഗതാഗത നിരക്ക് കൂടിയതിനാൽ ലാഭം കുറഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കയറ്റുമതി ചെയ്യാനുള്ള അരി പല തുറമുഖങ്ങളിലും കെട്ടിക്കിടക്കുകയാണ്. ഇതിൽ നല്ലൊരു ശതമാനവും ആഭ്യന്തര മാർക്കറ്റിൽ വിറ്റഴിച്ചു. ഇത് പ്രാദേശിക വിപണിയിൽ ഏകദേശം 8% വിലയിടിവിനും കാരണമായിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവുമധികം അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. പ്രതിവർഷം 4.5 ദശലക്ഷം ടൺ ബസ്മതി അരിയാണ് കയറ്റി അയക്കുന്നത്. ഇതിൽ 35% ചെങ്കടലിലൂടെ യൂറോപ്പ്, വടക്കേ അമേരിക്ക, വടക്കേ ആഫ്രിക്ക, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലേക്കാണ് പോകുന്നത്. ബസ്മതി അരിക്ക് പുറമെ ചായപ്പൊടി, സുഗന്ധദ്രവ്യങ്ങൾ, മുന്തിരി, ഇറച്ചി തുടങ്ങിയ വിവിധ വസ്തുക്കളുടെ കയറ്റുമതിയെയും ചെങ്കടലിലെ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. ഇത് എക്സ്പോർട്ടിംഗ് കമ്പനികളടക്കം വലിയ നഷ്ടമാണ് സൃഷ്ടിക്കുന്നത്. കൂടാതെ ഇന്ത്യയിലേക്കുള്ള രാസവളങ്ങൾ, സൂര്യകാന്തി എണ്ണ, വിവിധ യന്ത്രങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവയുടെ ഇറക്കുമതിയും വൈകുന്നുണ്ട്. ഇത് രാജ്യത്ത് വൻ വിലവർധനവിനും കാരണമാകുന്നുണ്ട്. യൂറോപ്പ്, വടക്കേ അമേരിക്ക, വടക്കേ ആഫ്രിക്ക, പശ്ചിമേഷ്യ എന്നിവയുമായുള്ള വ്യാപാരത്തിന് ചെങ്കടൽ ഇന്ത്യ വളരെയധികം ആശ്രയിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ക്രിസിൽ റേറ്റിംഗിൽ കണക്ക് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ നിന്നുള്ള 18 ട്രില്യൺ രൂപയുടെ കയറ്റുമതിയുടെ 50% ഈ റൂട്ടിലൂടെയാണ് നടന്നത്. കൂടാതെ 17 ട്രില്യൺ രൂപയുടെ ഇറക്കുമതിയുടെ 30% ചെങ്കടൽ വഴിയായിരുന്നു. നിലവിൽ 21 മുതൽ 28 ദിവസം വരെയാണ് ചരക്ക് ഗതാഗതം വൈകുന്നത്. ഈ പ്രതിസന്ധി കാരണം രാജ്യത്ത് $30 ബില്യൺ കയറ്റുമതിയാണ് നഷ്ടമാകുന്നതെന്ന് റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കണ്ടെത്തലിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം 6.8% വർധനവിൽ $451 ബില്യൺ കയറ്റുമതി ഈ റൂട്ടിലൂടെ നടന്നിരുന്നു. അതിനിടെ ചെങ്കടൽ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ഗുരുതരമായ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സാമ്പത്തിക വിദഗ്ധർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനു പുറമെ പണപ്പെരുപ്പം വർദ്ധിക്കാനും ഊർജ്ജ വിതരണത്തിന് തടസ്സം നേരിടുവാനും സാധ്യതകളുണ്ടെന്നും വിലയിരുത്തലുണ്ട്. ഉയർന്ന പലിശ നിരക്ക്, വളർച്ചാ നിരക്കിലെ ഇടിവ്, സ്ഥിരമായ പണപ്പെരുപ്പം, ആഗോള അനിശ്ചിതാവസ്ഥ എന്നിവയിലേക്ക് ലോകത്തെ നയിച്ചേക്കാമെന്നാണ് ലോകബാങ്കിന്റെ സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ആഗോള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധിയും യുക്രൈൻ റഷ്യ യുദ്ധവും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചൈനയിൽ പ്രതീക്ഷിച്ചതിലും താഴ്ന്ന വളർച്ച, വ്യാപാരത്തിലുണ്ടാകുന്ന ഇടിവ്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ എന്നിവയെല്ലാം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്നും പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്.